വികസിത അനന്തപുരി സന്ദേശ പദയാത്രകളുടെ ഭാഗമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമം മണ്ഡലത്തിൽ നയിക്കുന്ന വികസിത അനന്തപുരി സന്ദേശ പദയാത്ര ഇന്ന് പൂജപ്പുര ജംഗ്ഷനിൽ വൈകുന്നേരം 3 മണിക്ക് കുമ്മനം രാജശേഖരൻ പദയാത്ര ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി SP ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, വികസിത കേരളം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബി.ജെ.പി. മുന്നേറുന്നത്. അതിൽ വികസിത അനന്തപുരി സന്ദേശ പദയാത്രകളുടെ ഭാഗമായി ഇന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമം മണ്ഡലത്തിൽ നയിക്കുന്ന വികസിത അനന്തപുരി സന്ദേശ പദയാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണല്ലോ. ഏത് രീതിയിലാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്? തുടക്കം പൂജപ്പുര ജംഗ്ഷനിൽ നിന്നാണോ? തീർച്ചയായിട്ടും രോഹിണി, വികസിത അനന്തപുരി പദയാത്ര ഇന്ന് ആരംഭിക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് വൈകുന്നേരം 3 മണിക്കാണ് ഈ ഒരു പദയാത്ര തിരുവനന്തപുരം നേമത്തിൽ നിന്നാണ് പദയാത്ര ആരംഭിക്കുന്നത്. മുതിർന്ന ബി.ജെ.പി. നേതാവായ കുമ്മനം രാജശേഖരനാണ് 3 മണിക്ക് പദയാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ശേഷം പൂജപ്പുരയിൽ നിന്ന് ആരംഭിക്കുന്ന പദയാത്ര കുഞ്ചാലിമൂട്, കരമന, തളിയൽ വഴി കാലടി ജംഗ്ഷനിലെത്തിയാണ് സമാപിക്കുന്നത്. ഇന്ന് 3 മണിക്ക് ആരംഭിക്കുന്ന പദയാത്ര വൈകുന്നേരത്തോടു കൂടി സമാപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന ജംഗ്ഷനുകളിലെല്ലാം പ്രകടനങ്ങളും മറ്റ് പരിപാടികളും ഒക്കെ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. ശേഷം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷാണ്. ശേഷം സിറ്റി ജില്ലാ കരമന ജയൻ അടക്കമുള്ളവർ നിരവധി സാമൂഹ്യ സംസ്കാര രംഗത്തെ നിരവധി പ്രമുഖർ ഈ ചടങ്ങിൽ പങ്കെടുക്കും. ഈ ഒരു വികസിത പദയാത്രയിൽ പങ്കെടുക്കും, അനന്തപുരി പദയാത്രയിൽ പങ്കെടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും ഈ ഒരു പദയാത്രയുടെ മുന്നിൽ നിന്ന് പദയാത്ര നയിക്കുന്നത്. വികസനമാണ് കേരളത്തിൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ തിരുവനന്തപുരം എത്രയും പെട്ടെന്ന് തന്നെ ഒരു വികസിത ജില്ലയായി മാറാനുള്ളൊരു എല്ലാ കാര്യങ്ങളും തൻ്റെ ഭാഗത്ത് ഉണ്ടാവുമെന്നൊക്കെ തന്നെ അദ്ദേഹം പലകുറി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലൊരു പദയാത്ര ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് പദയാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. തിരുവനന്തപുരം നേമത്ത് നിന്നാണ് പദയാത്ര ഇന്ന് ആരംഭിക്കുന്നത്. കുമ്മനം രാജശേഖരനായിരിക്കും 3 മണിക്ക് പദയാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ശരി, ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.